ഹായ് മൈ ഡിയേഴ്സ്, ഞാൻ അശ്വതി. യു ആർ വാച്ചിങ് ആഷീസ് ഡി വേൾഡ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രയും ഒരു വാം വെൽക്കം ആണ് എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആസ് എ ഹ്യൂമൻ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ എന്തായിരിക്കും അത്? അതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്താണ്? ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതായത് ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു സഭയിലേക്ക് തലകുനിക്കാതെ പേടിക്കാതെ കയറി ചെല്ലാൻ ധൈര്യമുള്ള ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു കല്യാണ വേദിയിൽ നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, ഞാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ഒരാളാണോ നിങ്ങൾ? ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വേർത്ത് കുളിച്ച് ആ പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഉള്ളിൽ പേടിയുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെ പേടിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്. ഇനിയും നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ കൂടുതൽ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യവും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാം എന്നുള്ളത്. സോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം വീഡിയോയും കാണണം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ത്രൂ ഔട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് പറയാനുള്ളത്, കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് പ്രാപ്തരാകുന്നത്? ഓഫ് കോഴ്സ് എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് നമ്മളുടെ എക്സ്പീരിയൻസ് ത്രൂ ആയിരിക്കും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴും അതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കാണ്ട് നമ്മൾ കോൺഫിഡന്റ് അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ തന്നെ മാറ്റി നിർത്തി നമ്മൾ അങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെ? അപ്പം കോൺഫിഡന്റ് ആവാനുള്ള ഒരു വേ എന്താണ്? നമ്മൾ സ്വയം ചിന്തിക്കുക. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ഒരു വേദിയിൽ റെപ്രസെന്റ് ചെയ്തില്ലെങ്കിൽ അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് സങ്കല്പിക്കുക. ആ പ്രോഡക്റ്റിനെ നിങ്ങൾ ഏറ്റവും ബാക്കിൽ കൊണ്ടിരുത്തുവോ അല്ലെങ്കിൽ മിഡിലിൽ ഇരുത്തുവോ? ഇല്ലല്ലോ. ആ പ്രോഡക്റ്റ് എന്തായാലും ഹൈലൈറ്റഡ് ആയിട്ട് നിന്നെങ്കിലേ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കൂ, അത് നിങ്ങളുടെ അടുത്ത് വന്ന് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കൂ, റൈറ്റ്? അപ്പൊ നിങ്ങളെ ഹൈലൈറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒരു വേദിയിലേക്ക് കയറി ചെല്ലുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഏറ്റവും ബാക്കിൽ പോയിരിക്കും അല്ലെങ്കിൽ ഏറ്റവും മിഡിലിൽ വന്നിരിക്കും. എന്താണ് നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം നിങ്ങളെ. അവിടെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. ഒരു വേദിയിലേക്ക് വരുമ്പോൾ തല നിവർത്തി പിടിച്ച് കണ്ണി നോക്കി സംസാരിക്കാനുള്ള ധൈര്യത്തോടെ വേണം നമ്മളൊരു വേദിയിലേക്ക് എത്താൻ. അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് വരുന്നത്. ഇപ്പൊ ലൈഫിൽ നമ്മൾ എന്താ പറയാ, വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നവരായിരിക്കും. എന്നും പറഞ്ഞ് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ലോ ആക്കി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല. നമ്മുടെ കോൺഫിഡൻസ് അങ്ങനെ ലെവൽ താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ലേബലിംഗ്, കാറ്റഗറൈസിങ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് എന്റെ മകൾ വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ്, അവൾ ആരോട് സംസാരിക്കില്ല. അല്ലെ എന്റെ മകൻ ആരോടും മിണ്ടില്ല, അവൻ അങ്ങനെയാ, മുറിക്കാത്ത. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് മക്കളെ, അല്ലാണ്ട് അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുതലല്ല. അതൊരു ലേബലിംഗ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാല് കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങളിലോട്ട് പ്രവർത്തിക്കാനും അതേപോലെ കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാനും അതുപോലെ പ്രതികരിക്കാനും ഒക്കെ നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അതിന് നമ്മുടെ പേരൻസ് ഓരോരുത്തരും അതിന് റെസ്പോൺസിബിൾ ആണ്, അല്ലേ? ഇപ്പം നമ്മളൊരു സഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിംഗിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ പുറകിലല്ല പോയിരിക്കേണ്ടത്. ഏറ്റവും മുൻനിരയിൽ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ നമ്മൾ ശ്രമിക്കണം. രാത്രി 9 മണിക്ക് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന് വെക്കുക, അല്ലെ ഒരു 10 മണി നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ലേറ്റ് ആയി ബസ് സ്റ്റോപ്പിൽ വന്നു. ഞാൻ കണ്ടതാണ് ഒരു പെൺകുട്ടി പേടിച്ചരണ്ടിട്ട് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, ഫോൺ നോക്കുന്നു, തല ചൊറിയുന്നു, ദേഹത്ത് പിടിക്കുന്നു. എന്റെ ദൈവമേ, കാണിക്കാൻ പറ്റുന്ന ആക്ഷൻസ് മൊത്തം ആ കുട്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് തന്നെ മറ്റൊരാൾക്ക് അവളെ പേടിപ്പിക്കാം, അല്ലെ അവനെ പേടിപ്പിക്കാം. അവൻ പേടിച്ച് നിൽക്കുവാണ്, അല്ലെ അവള് പേടിച്ച് നിൽക്കുവാണെന്നുള്ള ചിന്ത അവർക്ക് നമ്മൾ കൊടുക്കുവാണ് നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സിൽ നിന്ന്. കോൺഫിഡന്റ് ആയിട്ട് അന്നേരം എന്താ ചെയ്യണമെന്ന് ആ സിറ്റുവേഷനിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരും. ആ സിറ്റുവേഷനിൽ ഞാനാണ് എന്ത് ചെയ്യുന്നറിയോ? ഫോൺ എടുക്കും. അച്ഛാ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാനിവിടെ നിൽക്കുക, ഇവിടെ ചുറ്റിനും ഇന്ന ആളുകളുണ്ട്, ഇനി ആരും ഇല്ലെങ്കിൽ തന്നെയും ഞാനിവിടെ നിൽക്കുക, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ റോഡിൽ നിൽക്കുക. റോഡിന്റെ നടുക്കല്ല, എവിടെയാണോ നിൽക്കുന്ന അവിടെ. വണ്ടിക്കാര് പോവും, ചിലപ്പോൾ അവർ ഹോൺ അടിച്ച് നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾ എന്തിനാ അവരെ നോക്കുന്നേ? നമ്മൾ അവരെ നോക്കുമ്പോഴല്ലേ നമ്മൾ കാണുന്ന അവർ നമ്മളെ നോക്കുന്നെന്ന്. അപ്പൊ അവിടെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുക.
നമ്മളെ റെപ്രസെന്റ് ചെയ്ത് തന്നെ നമ്മൾ നിൽക്കുക. ആ ധൈര്യം നമ്മുടെ കണ്ണിൽ നോക്കിയാൽ, അല്ലെ നമ്മളുടെ ബോഡി ഗസ്റ്റേഴ്സിൽ നിന്ന് നമ്മുടെ കോൺഫിഡൻസ് മറ്റൊരാൾക്ക് മനസ്സിലാവും. എവിടെയും ഏത് സഭയിലേക്കും നമ്മൾ നമ്മളായിട്ട് കയറി ചെല്ലുക. അതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ചിറങ്ങിയ ആളുകളുണ്ട്, നിങ്ങൾക്ക് മുന്നേ പഠിച്ചവരുണ്ട്, നിങ്ങളുടെ ബാക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ വേൾഡിൽ നിങ്ങൾ ഇങ്ങനെ സ്വയമായിട്ട് ഒതുങ്ങിക്കൂടി ഒരിടത്ത് നിന്നാൽ നിങ്ങൾ കയറി വരുമോ? എത്ര നാൾ നിങ്ങൾ സർവൈവ് ചെയ്യും? അതേപോലെ തന്നെ എപ്പോഴും നമ്മളുടെ ആളുകളുടെ, അതായത് ഞാൻ മലയാളീസിൽ പലരിലും കണ്ടിട്ടുണ്ട്, മൊത്തം ആളുകളെ ജനറലൈസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, പല ആളുകളും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതെന്താ അങ്ങനെ? നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ, മാനേജറിയൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാം ആ ലീഡർഷിപ്പ് ക്വാളിറ്റി. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടാണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളാണ് ആ ഷോർട്ട് കട്ട്, നമ്മുടെ ചിന്തകളാണ് ആ ഷോർട്ട് കട്ട്, നമ്മളാണ് നമ്മളെ പ്രയോറിറ്റൈസ്. ഞാൻ എടുത്തെടുത്ത് ഇത് പറയുന്നത് ബിക്കോസ് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി ഇല്ലായ്മ, ആ കോൺഫിഡൻസ് കുറവ്. അത് നമ്മളെ ഒരിടത്തും എത്തിക്കില്ല. നമ്മുടെ ലൈഫിലെ സക്സസ് ആക്കാൻ നമ്മളെ അത് താഴേക്ക് കൊണ്ടുവരത്തുള്ള നമ്മുടെ ആ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള കോൺഫിഡൻസ് നമ്മൾ കാണിക്കണം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അത് ഓവർ സ്മാർട്ട് അല്ല. തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് അത് ശരിയാണെന്ന് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു വെക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. കോൺഫിഡന്റ് ആയിട്ട് നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ, അത് റിഗ്രറ്റ് അടിക്കരുത്. പിന്നീട് ശരിയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, അതിനുശേഷം അതിനോടൊപ്പം പോവുക. ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. വെറുതെ അങ്ങ് മരിക്കുവാണോ നമ്മൾ വേണ്ടത്? നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് വേണം നമ്മൾ മരിക്കാൻ. അതിന് നമുക്ക് വേണ്ടതാണ് കോൺഫിഡൻസ്. ആ ബൂസ്റ്റിംഗ് ആണ് കോൺഫിഡൻസ്, അല്ലെ? എന്റെ റിയൽ ലൈഫിൽ എന്റെ കോൺഫിഡൻസ് കൂട്ടാൻ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും. LKG പഠിക്കുമ്പോൾ എനിക്ക് സ്റ്റേജ് കയറാൻ അറിയില്ല. LKG പഠിക്കുമ്പോൾ എന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കയറ്റി. പേടിച്ചരണ്ട് ഞാൻ നാണം കെട്ടു. പക്ഷെ അന്ന് സ്റ്റേജ് ഫിയർ എന്റെ മാറി, കോൺഫിഡൻസ് അവിടെ ബിൽഡായി. എന്റെ അച്ഛൻ കണ്ടുപിടിച്ച വഴി അതായിരുന്നു. ഇന്ന് നിങ്ങളെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരിക്കാം, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരിക്കാം, നിങ്ങൾക്ക് സ്വയം കയറി വരാൻ ധൈര്യമില്ലാത്തവരുണ്ടാകാം. നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വേണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ട അഡ്വൈസ് തരാം. നോ പ്രോബ്ലം. എന്റെ മെയിൽ ID ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. യു ക്യാൻ ടെക്സ്റ്റ് മീ. നോ പ്രോബ്ലം. ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരാം. ഈ വേൾഡിൽ നിങ്ങൾ കോൺകർ ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ, മാറ്റങ്ങളെ അംഗീകരിക്കണം, മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. ആ കോൺഫിഡൻസ് അങ്ങനെയാണ് നമുക്ക് വരുന്നത്. എക്സ്പീരിയൻസ് അനുഭവിക്കണം. നിങ്ങൾക്കൊരു വിഷമം വന്നു, അത് നിങ്ങൾ അറിയണം. എന്താണ് വിഷമം, എന്താണ് സന്തോഷം, അതെല്ലാം കോൺഫിഡന്റ് ആയിട്ട് നേരിടുക. ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ട്രീറ്റ് യുവർ സെൽഫ്. അപ്പോ ഒരു അടിപൊളി ഡേ ആശംസിക്കുന്നു. ഇനിയും പുതിയ കോണ്ടന്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയ ടോപ്പിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഓഫ് കോഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ഷോർട്ട് കട്ട് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളാണ്, നിങ്ങളുടെ ചിന്തയാണ്. കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ നേരിടുക. there is hope. Every day is a new chance. അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ഷെയർ, സബ്സ്ക്രൈബ് എനിക്ക് ഒരുപാട് വേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടതാണ്. സോ ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ആഷീസ് D World എത്തുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.